എം.ആർ. അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദ്യമില്ലെന്ന് റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയല്ല വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത്. എം.ആർ. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വേണ്ടെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിമർശനം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിമർശനം ഇങ്ങനെ: എം.ആർ. അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദ്യമില്ലെന്ന റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി നിയമതത്വങ്ങൾക്ക് എതിരാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയതെന്തിനെന്നതിൽ വ്യക്തതയില്ല. എം.ആർ. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കാൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇടപെട്ടതാണ് പ്രശ്നം. ഇക്കാര്യത്തിൽ കൂടുതൽ പരാമർശം നടത്തുന്നില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ ഉത്തരവിൽ വിജിലൻസ് കോടതി വിമർശിക്കുന്നു. അന്വേഷണ രീതിയും അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ മുന്നോട്ട് പോയെന്നതും നിയമവിരുദ്ധമാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകളുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ഉചിതമായ കേസാണിത്. എം.ആർ. അജിത് കുമാർ കുറ്റകൃത്യം നടത്തിയെന്ന് കരുതേണ്ടി വരും. അപാകതയോടെയാണ് അന്വേഷണമെങ്കിൽ എം.ആർ. അജിത് കുമാറിന് ഗുണഫലം ലഭിക്കും. ആക്ഷേപമുയർത്തിയ കാലത്തെ വരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല. വസ്തു വാങ്ങാനായി ഉപയോഗിച്ച പണം എവിടെ നിന്ന് വന്നുവെന്നും വരുമാനവും സ്വത്തും ആനുപാതികമാണോ എന്നും പരിശോധിച്ചില്ലെന്നും വിജിലൻസ് കോടതി വിമർശിച്ചു. ലീഗൽ ഡെസ്ക്, റിപ്പോർട്ടർ.